അപ്പോൾ പ്രിയപ്പെട്ടവരെ, കാസർഗോട്ടേക്കൊന്ന് പോകണം. കാസർഗോഡ് നിന്നൊരു കഥ വരുന്നുണ്ട്. അതൊരു ജീവിത കഥയാണ്. കാസർഗോഡ് ഇടയലക്കാട് +2 വിദ്യാർത്ഥിയുടെ വീട് ജപ്തി ഭീഷണിയിലാണ്. നമ്മൾ സാധാരണ ജപ്തി ഭീഷണി എന്നൊക്കെ പറയുമ്പോൾ ദൈന്യതയുള്ള ഒരു കുടുംബം, അവിടെ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന സംവിധാനം എന്തൊക്കെയാണ്. ഇതങ്ങനെ പറയാൻ കുടുംബമായിട്ടൊന്നുമില്ല, ആകെയുള്ളതൊരു കുട്ടിയാണ്. വീട് നിർമ്മാണത്തിനായി എടുത്ത വായ്പ മുടങ്ങിയതോടെ 17-കാരനായ അർജുന്റെ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് തീരുമാനിച്ചു. കൃത്യമായി അടച്ചിരുന്ന ലോൺ അർജുന്റെ പിതാവിന്റെ മരണശേഷമാണ് മുടങ്ങിയത്. മരണം വന്ന് വിളിക്കുന്നതുവരെയും അർജുന്റെ പിതാവ് കൃത്യമായി ലോൺ അടച്ചിരുന്നു. അർജുന്റെ മോഡൽ പരീക്ഷ നാളെയാണ് തുടങ്ങുന്നത്. നാളെ തന്നെയാണ് വീടിന്റെ ലേലം നടപടികൾ നിശ്ചയിച്ചിട്ടുള്ളത്. പരീക്ഷ എഴുതുമോ, ലേലത്തിന് പോകുമോ? ലേലത്തിന് പോയാൽ തന്നെ അർജുന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യവുമാണ്. അരുൺ പൂപ്പറമ്പ ചേരുന്നു അർജുന്റെ വീട്ടിൽ നിന്നും. അരുൺ പൂപ്പറമ്പ, നാളെ ഈ അർജുൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്. +1 പരീക്ഷയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് അരുണിന്റെ വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അത് മറ്റൊരു കാര്യത്തിനും എടുത്ത തുകയല്ല, അത് അച്ഛൻ മരിക്കുന്നത് വരെ കൃത്യമായി ആ ലോൺ തിരിച്ചടച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. വീട്ടിൽ അരുണല്ലാതെ മറ്റാരുമില്ല. ഏതെങ്കിലും രീതിയിൽ മറ്റാർക്കെങ്കിലും പിന്തുണയ്ക്കാൻ കഴിയുന്ന സാഹചര്യവുമില്ല ബന്ധുക്കൾക്ക്. എന്താണ് അവസ്ഥ അർജുൻ്റെ? തീർച്ചയായും അരുൺകുമാർ, സങ്കടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതാണ് അർജുൻ്റെ വീട്. നിലവിൽ ബാങ്ക് ജപ്തി നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ള വീടാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഇപ്പോൾ സീൽ ചെയ്ത് വച്ചിരിക്കുകയാണ്. നാളെയാണ് ഇതിൻ്റെ ലേലം നടപടികൾ നടക്കുന്നത്. നാളെ തന്നെയാണ് അർജുൻ്റെ പരീക്ഷയും നടക്കുന്നത്, മോഡൽ പരീക്ഷയും തുടങ്ങുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വീട് കാണാം, ഇവിടെ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ വീട് ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് കാനറ ബാങ്കിൽ നിന്നും അർജുൻ്റെ പിതാവ് ഇത്തരമൊരു വായ്പ എടുത്തത്. ആ വായ്പ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി ഈ പിതാവ് മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ അതിൻ്റെ തിരിച്ചടവ് നടത്തിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ അർജുൻ എൻ്റെ കൂടെയുണ്ട്. നാളെയാണ് അർജുൻ്റെ പരീക്ഷ, മോഡൽ പരീക്ഷ തുടങ്ങുകയാണ്. അതേ ദിവസം തന്നെ ഈ ലേല നടപടികൾ നടക്കുന്നു എന്നുള്ളത് വലിയ മാനസിക വിഷമമാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുള്ളത്. അർജുൻ കഴിഞ്ഞ ദിവസം നമ്മളിവിടെ സംസാരിച്ചപ്പോൾ അർജുൻ പറഞ്ഞത് വലിയ സ്വപ്നമായിരുന്നു അച്ഛൻ്റെ ഈ വീട് ഇങ്ങനെ നിർമ്മിച്ചത് പൂർത്തിയാക്കുക എന്നുള്ളത്. തൃക്കരിപ്പൂരിലൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടുന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി അതൊരു സ്വപ്നമായതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് വായ്പയൊക്കെ എടുത്ത് മറ്റും പണമൊക്കെ സംഘടിപ്പിച്ചാണ് വീട് ഈ സ്വപ്ന ഭവനം നിർമ്മിച്ചത്. അതിനുശേഷം പെട്ടെന്നാണ്, ഹൃദയാഘാതത്തെ തുടർന്നാണ് ആ പിതാവ് മരണപ്പെട്ടത്. പെട്ടെന്നുള്ള മരണമാണ്. അതിനുശേഷം ഇവർക്ക് വായ്പ അടക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനിടെ ഈ പിതാവിൻ്റെ ഭാഗത്തിൽ ഈ സ്ഥലം കുറച്ച് ലഭിച്ചിരുന്നു. അങ്ങനെ കുറച്ച് പൈസ തിരിച്ചടച്ചിരുന്നു. അതിനുശേഷം പിന്നെ അർജുൻ മാത്രമാണ്. അർജുന് ഇപ്പോൾ താങ്ങായിട്ടുള്ളത് അർജുൻ്റെ അമ്മൂമ്മ മാത്രമാണുള്ളത്. വേറെ ആരും തന്നെ ഇവരെ സഹായിക്കാനില്ല. നാളെയാണ് പരീക്ഷ തുടങ്ങുന്നതല്ലേ. അപ്പം ആ പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ജപ്തി കൂടി നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു വലിയ വിഷമമുണ്ടെന്ന്. വിഷമമുണ്ട് വീടിങ്ങനെ പോകുന്നതിൽ. പിന്നെ ഇങ്ങനെ വീട് ഇങ്ങനെ പോകുമ്പോൾ നല്ല വിഷമം താങ്ങാൻ പറ്റുന്നില്ല, പറയാൻ കിട്ടുന്നില്ല. അച്ഛൻ ഉണ്ടായിരുന്ന സമയത്ത് കൃത്യമായി ഇത് അടച്ചിരുന്നു അല്ലേ? അച്ഛൻ മരിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് വരെ അടച്ചിരുന്നു. ഇവിടെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടായി. പിന്നെ അച്ഛൻ മരിച്ച പിന്നെയാണ് ഡിലേ വന്നത്. പിന്നെ വീടിൻ്റെ സ്വത്തിൻ്റെ അച്ഛൻ്റെ ഓഹരിയിൽ നിന്ന് ഒരു 1.5 ലക്ഷം കൊണ്ടുപോയി അടച്ചിന്. പിന്നെ അടക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് പെൻഡിങ് ആയപ്പം വീടിങ്ങനെ ജപ്തി ഇത് ലേലത്തിന് വെച്ചിട്ടുള്ളത്. ഈ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞു പരീക്ഷയ്ക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, എപ്പോഴും ഈ വീടിൻ്റെ ഇത് തന്നെയാണ് മനസ്സിൽ വരുന്നതെന്നൊക്കെ അർജുൻ പറഞ്ഞു. ഇത് തന്നെ വീടിൻ്റെ തന്നെ ടെൻഷൻ. ഇത് പോവുന്നില്ലേ ടെൻഷനാണ്. പോവാതെ ഇതാക്കാൻ പറ്റുമോ? അമ്മ വലിയ വിഷമത്തിലാണല്ലോ അർജുനുള്ളത്. അതെ, വലിയ വിഷമമാണ്. നമുക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണില്ലേ. വാക്ക് കിട്ടുന്നില്ല പറയാൻ. ആരും സഹായിക്കാനില്ല. ഇല്ല, വേറെ ആരും ഇല്ല സഹായിക്കാൻ. സങ്കടം കൊണ്ട് ഓനൊന്നും താങ്ങാനേ കഴിയില്ല. ഇത് രാത്രിയിലെല്ലാം വായിക്കലേ ഇല്ല. ഇപ്പം പുസ്തകം തൊടാൻ പറ്റുന്നില്ല. നനച്ചിട്ട് അച്ഛൻ്റെ വീടെങ്കിലും നിലനിൽക്കണമെന്നില്ല ഒരു സ്വപ്നമാണ് എൻ്റെത്. വീട് വലിയൊരു സ്വപ്നമായിരുന്നല്ലേ? അതെ, വീട് വലിയ സ്വപ്നമാണ്. എല്ലാവരും കൂടി താമസിച്ച വീടാണ്. അപ്പം ആരും ഇല്ലാതായിപ്പോയി എൻ്റെ മോന്.
ഞാൻ മാത്രമേ ഉള്ളൂ. അരുൺകുമാർ, അത് തന്നെയാണ് ആ വാക്കുകൾ തന്നെയാണ് ഏറ്റവും ഈ വേദനിപ്പിക്കുന്നത്. അർജുനോട് അർജുനെ ചോദിക്കൂ, എത്ര മറ്റാരും ലക്ഷം തന്നെ ഇല്ല. രൂപയാണ് ആ വീടിനുള്ളത് ഇപ്പോൾ കുടിശ്ശിക, ബാക്കി അടച്ചു തീർക്കേണ്ടത്? അർജുന, എത്ര ലക്ഷം രൂപയാണ് ഇതിനിപ്പോ നിലവിൽ കുടിശ്ശിക അടച്ചു തീർക്കാൻ എത്രയാണ് പറഞ്ഞത്? 8,400 8,400. 8,400,000 രൂപ. ആ അത് അടച്ചാൽ പൂർണ്ണമായും ലോണ് ക്ലോസ് ചെയ്യാൻ പറ്റും അല്ലേ? ആ പറ്റും. 8,400 അടച്ചാൽ ക്ലോസ് ചെയ്യാൻ പറ്റും. എന്താണ് ബാങ്കിൽ നിന്ന് പറഞ്ഞത്? മറ്റെന്തെങ്കിലും ഇത് ജപ്തി നടപടി നീട്ടിവെക്കാനോ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും മാർഗമുണ്ടായി പറഞ്ഞു? അതെ, 2 ലക്ഷം ഇപ്പം അടച്ചാൽ കുറച്ച് സ്റ്റേ കിട്ടുമെന്ന് പറഞ്ഞു. അടിയന്തരമായി 2 ലക്ഷം അടച്ചാൽ കുറച്ചുകൂടി കാലതാമസം ഇതിന് ലഭിക്കും, കിട്ടും. അരുൺകുമാർ, അങ്ങനെയാണ്. അതായത് നമ്മളും ബാങ്ക് അധികൃതരുമായി സംസാരിച്ചിരുന്നു. 8,12,000 രൂപയാണ് ഇവർ തിരിച്ചടക്കേണ്ടത്. അതടച്ചാൽ പൂർണ്ണമായും ആ ലോണ് ക്ലോസ് ചെയ്യാൻ പറ്റും. 2 ലക്ഷം രൂപ അടിയന്തരമായി അടച്ചാൽ നിലവിലെ ഈ ലേല നടപടികൾ, ജപ്തി നടപടികൾ തൽക്കാലം ഒരു കാലതാമസം ഇവർക്ക് ലഭിക്കും എന്നതാണ് ബാങ്ക് അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം 2 ലക്ഷമല്ല, അത്തരത്തിലൊരു സാഹചര്യം നിലവിലില്ല. അവർക്ക് പണം തിരിച്ചടക്കാനുള്ള ഒരു സാഹചര്യവും അർജുനോ അല്ലെങ്കിൽ അർജുന് താങ്ങായിട്ടുള്ള അരുൺ, ഈ നമുക്കും ഇല്ല. കുട്ടിക്ക് ഇപ്പോ ഈ അതുതന്നെയാണ്. മുത്തശ്ശി അല്ലാതെ വേറെ ആരും ഇല്ലതാനും അല്ലേ? തീർച്ചയായും അതെ. മുത്തശ്ശി അല്ലാതെ മറ്റാരും തന്നെ ഇല്ല.